വീടിന് താക്കോലെന്തേ ഉണ്ടേ? കേട്ടോ ഫ്രെയിം ആയിരിക്കും. ഫോട്ടോ ഫ്രെയിം ആണോ? മുത്തച്ചാച്ചി പോയോ? പോയി പോയി. ആണോ ചേട്ടാ ഇത്? ആണോ? Jesus chose you for a person. Oh my God. എവിടായിരുന്നു കുഞ്ഞോ? ബോൾ കളിക്കാൻ പോയാ? കഴിഞ്ഞോ? പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നതേ ഉള്ളു പ്രിയങ്ങളെ. മുത്തിനെ കൊണ്ടുവിട്ടു. 5:15 ബസ്. പിന്നെ മോനിക്കുട്ടനും മുത്തും കൂടെ ഇവിടുന്ന് അങ്ങോട്ട് വന്നത്. രാവിലെ എന്നെ കൊണ്ടുവിട്ടിച്ച് മുത്തിങ്ങി പോരുന്നു. പിന്നെ മോനിക്കുട്ടനെ പള്ളിയിൽ നിന്ന് വിളിക്കണമായിരുന്നു. UVSന് പോയെടുത്തുനിന്ന്. പിന്നെ അവർ രണ്ടുപേരുടെ വൈകിട്ട് അങ്ങോട്ട് വന്നു. കൊട്ടിക്കലാശം ആയതുകൊണ്ട് അവിടെ എല്ലാം റോഡൊക്കെ ക്ലോസ് ചെയ്ത് തിരക്കൊക്കെ തുടങ്ങുന്ന ഓടിപ്പാഞ്ഞിങ്ങി പോരുന്നു. കുട്ടി വന്നു. കുഞ്ഞോ തന്നെ അവിടെ ഇരിക്കുന്നു. ഞാനില്ലേ ഞാൻ അവിടെ ഇരിക്കുവായിരുന്നു ബാഗും പൊതിക്കൊണ്ട്. എന്റെ മുമ്പിൽ കൊണ്ട് കുക്കു അമ്മയുടെ അടുക്കലോട്ട് പോയി. അമ്മ ഇന്ന് പഴുത്തമാങ്ങാക്കറി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വാങ്ങിക്കാൻ പോയത്. അപ്പൊ ഇവർ രണ്ടുപേരുടെ അവളുടെ കൂടെ ചാടി. അപ്പൊ കുഞ്ഞോയുണ്ട്. കുഞ്ഞോ അവിടെ വിശ്രമിക്കുന്നു. ഉറങ്ങുവാ നോക്കളെ? നോക്കിക്കേ. മാമി ഇന്ന് തീയല് വെച്ചു. തീയല് തരാൻ എന്നെ വിളിച്ചു. അപ്പൊ പോയി തീയലൊക്കെ മേടിച്ചിട്ടുണ്ട്. പഴുത്തമാങ്ങാക്കറി ഉണ്ട്. രാവിലെ ചോറ് വെച്ചിട്ടാ പോയത്. എന്നിനി പാചകം നഹി. എന്തോ ഇന്ന് ജാനിക്കുട്ടിയെ തിരി കത്തിച്ച്. എന്തോക്കളെ? യേശുപ്പച്ചോട് സ്തുതി പറഞ്ഞേ, പ്രാർത്ഥിച്ചേ. മാമി മേടിച്ച. എന്തോ ഉറങ്ങിയോ കുഞ്ഞോ? ചേട്ടാ കുക്കുമ്മ പോന്ന് ചെല്ലേ. ഭയങ്കര ഉറക്കം കേട്ടോ. കുളിയും ജപമൊക്കെ കഴിഞ്ഞു. 1-2 ഫോൺ വിളിക്കാനുണ്ടായിരുന്നു. വിളിച്ച് ലോങ് വീഡിയോ സേവ് ചെയ്യാൻ വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് ആ സമയം കൊണ്ട് കോൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ചോറ് വാർത്തിട്ടു. കുക്കറിനകത്ത് ഞാൻ റൈസ് കുക്കറിനകത്ത് അരി തിളപ്പിച്ച് വെച്ചിട്ടാണ് പോയത്. പിന്നെ മീനും വറുത്തു. മീൻ വറക്കുന്നു. പിന്നെ നമുക്ക് തീയലും പഴുത്തമാങ്ങക്കറിയൊക്കെയാണ് ചോറുണ്ണാം. മുത്തിപ്പ വിളിച്ചു. ഫുഡ് കഴിക്കാൻ നിർത്തി. അപ്പം കഴിക്കാൻ പോവാന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ പ്രിയങ്ങളോട് ഇന്ന് എനിക്ക് പറയാനൊരു വലിയൊരു കാര്യമുണ്ട്. എനിക്ക് സങ്കടമാണോ സന്തോഷമാണോ ഭയഭക്തിയാണോ എന്താണ് അത് ആ ഫീലിങ്ങിന് പറയാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ഈ വീട്ടിൽ താമസമാക്കിയത് ജനുവരി 7-നാണ്. എൻ്റെ സ്വന്തമെന്ന് കരുതി ഞാൻ താമസിച്ച വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ജനുവരി 7-ആണ്. അപ്പം 7 എന്നുള്ള ഒരു തീയതിക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഇന്ന് ഏപ്രിൽ 7-ആണ്. ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഏപ്രിൽ 7-ആണ്. എന്നെ സംബന്ധിച്ച് വളരെ വലിയ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് ഞാൻ നടന്നിറങ്ങാൻ തീരുമാനിച്ച ദിവസമാണ്. ആ തീരുമാനം എടുക്കാൻ ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ട് അങ്കലാപ്പോടെ ആവലാതിയോടെ, ശരിക്കും പറഞ്ഞാൽ നെഞ്ചിലൊരു നെരിപ്പോടെരിഞ്ഞ് ഇരുന്ന ഒരവസ്ഥയായിരുന്നു ഇന്നൊരു ഉച്ച വരെ കേട്ടോ. കാരണം
ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓമിലൊരു അയൽവാണിപ്പത്തിന് പോയി കുറേ സാധനങ്ങളൊക്കെ ആ ഒരു വീഡിയോയ്ക്ക് താഴെ കുറേ കമൻറ്റ് വന്നു. അമ്മക്കളി എവിടെയോ വസ്തുവൊക്കെ നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു, ചെടികളൊക്കെ വാങ്ങിച്ചെന്ന്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഞാൻ വളരെയേറെ ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിച്ച ഒരു ദിവസമാണ് കേട്ടോ. ഞാൻ പുറമെ ആർക്കും മനസ്സിലായില്ലെങ്കിലും ഞാൻ അനുഭവിക്കുന്ന പ്രയാസം എൻ്റെ പ്രിയങ്ങളെ എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് കുറേ പേര് നമുക്ക് ചുറ്റും നിന്ന് നമ്മളെ ഒന്ന് പാമ്പർ ചെയ്യാനുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഏറ്റവും അടുത്ത കുറച്ച് പ്രിയപ്പെട്ടവരോടൊക്കെ ഞാൻ ഇത് പറയുമ്പോൾ അവരുടെ വായിൽ നിന്നൊരു നല്ല വാക്ക് കേൾക്കും, നീ അത് ചെയ്യ് എന്ന് കേൾക്കുന്നത് ഒരു സന്തോഷമാണ്, ദൈവാധീനമാണ്. ഇന്ന് ഞാൻ അതിനെപ്പറ്റിയൊക്കെ കുറേ ആലോചിച്ച് വല്ലാതെ വിഷമിച്ചിരുന്ന ഒരു സമയമായിരുന്നു. ഇന്ന് ഉച്ച വരെ കേട്ടോ. ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ തീരുമാനം അത് മതി എന്ന് തീരുമാനിച്ചത്. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. ആ കാരണം കേൾക്കുമ്പോൾ നിങ്ങൾ എത്ര പേര് അത് എൻ്റെ അവസ്ഥ, അത് ഞാൻ അന്നേരം അനുഭവിച്ച ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞങ്ങൾ വസ്തുവിനെ പറ്റിയും വീടിനെ പറ്റിയൊക്കെ ചിന്തിച്ച് തുടങ്ങി. ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങിയപ്പോൾ തൊട്ട് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്താ പറയുന്നത്, ഒരു വീട് വെക്കുമ്പോൾ ആ വീട്ടിൽ ഒരു തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ വേണമെന്നുള്ളത്. അപ്പം മുത്തിപ്പോൾ വന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു നമുക്കതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കണം. എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, തിരുഹൃദയത്തെ കാണണം, തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ വാങ്ങണം എന്നുള്ളത് എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീട് വാങ്ങുന്നു, സ്ഥലം വാങ്ങുന്നു എന്നൊക്കെ ഉള്ളത് പിന്നെ പിന്നെ നടക്കാനുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനിയും വളരെ ഒരു വിദൂര സ്വപ്നം പോലെ നിൽക്കുകയാണെങ്കിൽ പോലും എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ മുത്തു പോകാനുള്ള ഡേറ്റ് ഒക്കെ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിടാ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് വെക്കാം, നമുക്ക് ഓർഡറൊക്കെ ചെയ്യാം. ഇൻസ്റ്റയിലൊക്കെ കുറേ പേജുകൾ കണ്ടു, ഓർഡർ ചെയ്ത് എന്തെങ്കിലും ആയിരിക്കും വരുന്നേ, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ 1.5 ആഴ്ച കൊണ്ട് ഞാൻ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രിയങ്ങളെ. എന്തുവാണ് ഒരു തീരുമാനം എത്താതെ ഇങ്ങനെ ഒരു എന്താ പറയുക ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് പോലും ഈ ഒരു നമ്മൾ സാധാരണ ഇതൊക്കെ എപ്പോഴാണ് ചെയ്യുന്നത്, ഒരു വീട് വെച്ച് അതിൻ്റെ കൂതാശയ്ക്ക് അല്ലെ പാലുകാച്ചിൻ്റെ ഡേറ്റ് ഒക്കെ എടുത്ത് നമുക്ക് ആ സമയത്തേക്ക് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷെ ഇതെന്തോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ മുത്തിനോട് പറഞ്ഞു, എന്തായാലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് വെച്ചിട്ടേ നീ പോകാവുള്ളൂ. നമുക്കത് ഇൻസ്റ്റയിൽ ഒരു പേജ് ഉണ്ട്, നമുക്കത് 2-3 പേജുകൾ ഞാൻ അങ്ങനെ കണ്ടു, റേറ്റ് എവിടെയാണോ അത് നമുക്ക് നോക്കി നമുക്ക് ഓർഡർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നലെ ആ ഫോട്ടോ ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇന്ന് മുത്ത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് സമയം പോലെ ഈ ആഴ്ച എപ്പോഴെങ്കിലും അതിൻ്റെ ഒരു കോണ്ടാക്ട് നമ്പറിലൊക്കെ ഒന്ന് വിളിച്ച് നമുക്കത് ഓർഡർ ചെയ്യണം എന്ന് കരുതിയിരുന്നൊരു സമയമാണിപ്പോൾ കേട്ടോ. ഇന്ന് എൻ്റെ പ്രിയങ്ങളെ ഉച്ചയായപ്പോൾ എനിക്കൊരു പാഴ്സൽ വന്നു. സാധാരണ ആതിരക്കുട്ടി നമുക്ക് പാഴ്സലൊക്കെ എന്നോട് പറയാതെ അയക്കാറുണ്ട്. പക്ഷെ ഇന്ന് വന്ന പാഴ്സൽ കണ്ടിട്ട് ആതിരക്കുട്ടി അയച്ചതാണെന്ന് എനിക്ക് തോന്നിയില്ല. അല്ലെങ്കിൽ ആതിരക്കുട്ടി ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ രാവിലെ മെസ്സേജ് ഇടാറുണ്ട് വന്നോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഇന്ന് ആരും എനിക്ക് മെസ്സേജ് ഇട്ടിട്ടില്ല. ഉച്ചയ്ക്ക് എനിക്കൊരു പാഴ്സൽ വന്നു. ആ പാഴ്സൽ വന്ന് ഞാനത് ഓപ്പൺ ചെയ്ത് ആദ്യം ഒരു കുഞ്ഞു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോ ഞാൻ എൻ്റെ പ്രിയങ്ങളെ കാണിക്കാം. രണ്ടാമതൊരു ഫോട്ടോയും കൂടെ ഉണ്ടായിരുന്നു. അത് തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ ആയിരുന്നു. അത് ഞാൻ ആഗ്രഹിച്ച, ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ച ഒരു ഫോട്ടോ. ഇതൊന്നുമല്ല വിഷയം. ഞങ്ങൾ ഈ ഒരു കാര്യം സംസാരിച്ചതോ ആഗ്രഹിച്ചതോ ഈ ലോകത്ത് വേറെ ഒരു മനുഷ്യരും അറിഞ്ഞിട്ടുള്ള കാര്യമല്ല. ഞാൻ വീഡിയോയിലൊന്നും ആ കാര്യം പറഞ്ഞിട്ടില്ല, പുറത്തൊരാളോട് പറഞ്ഞിട്ടില്ല. ഞാനും അമ്മയും മുത്തും ഞങ്ങൾ 3 പേരും അല്ലാതെ തിരുഹൃദയത്തിൻ്റെ ഫോട്ടോയെ പറ്റി ഒരു സംസാരം ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നെനിക്ക് ഞാൻ എന്താണോ മനസ്സിൽ കണ്ടത് അത് എനിക്ക് കൈ കിട്ടി. അതിലേക്ക് ഏറ്റവും വലിയൊരു സർപ്രൈസ് എന്ന് പറഞ്ഞാൽ എനിക്കിത് അയച്ചു തന്ന ആള് എന്താ പറയുന്നത്, ഇത് വാങ്ങണം എന്ന് കരുതി പോയതല്ല. അവർ പർച്ചേസിങ്ങിന് പോയ സമയത്ത് അവരുടെ മുമ്പിലേക്ക് വന്നതാണ്. അവർ ജസ്റ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു മുഖം, ഈ ഒരു ഫോട്ടോ അവിടെ ഇരിക്കുന്നു. ആ ഫോട്ടോ കണ്ട മാത്രയിൽ അത് വാങ്ങണം, എനിക്ക് അയക്കണമെന്ന് മനസ്സിൽ തോന്നി. അപ്പം തന്നെ വാങ്ങിച്ചു, അയച്ചു തന്നു. നമ്മൾ പരസ്പരം സംസാരിച്ചതോ അല്ലെ പ്ലാൻ ചെയ്തതോ ഒന്നുമല്ല എൻ്റെ പ്രിയങ്ങളെ. ഇതൊന്നും പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നത്തെ ഈ ദിവസം ഞാൻ അനുഭവിച്ച ഒരു മാനസികാവസ്ഥ എത്ര പേർക്ക് മനസ്സിലാകുമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ശരിക്കും പറഞ്ഞാൽ ആ മുഖത്ത് നോക്കാനുള്ള ഒരു ധൈര്യമില്ലാതെ ഞാൻ കുറച്ച് മിനിറ്റുകൾ നിന്നുപോയി. അത്രയും എൻ്റെ മനസ്സിടിഞ്ഞു പോയി. എനിക്കത് എന്താ പറയുക, ഞാൻ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയ ഒരു ദിവസമാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇന്നേ ദിവസം വരെ ഉണ്ടായിരുന്ന പല ചിന്തകളും മാറ്റിവെച്ച് ഞാൻ ദൈവത്തിന് മുമ്പിലേക്ക് എല്ലാം സമർപ്പിച്ച് ഇന്നത് ചെയ്യാം എന്ന് കരുതി ഇറങ്ങാൻ തീരുമാനിച്ച ദിവസമാണ് കേട്ടോ.
അത് എങ്ങനെ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആരോടും ഞാൻ അപ്പം തന്നെ വീഡിയോ കോൾ ചെയ്ത് മുത്തിനെ കാണിച്ച്, മുത്ത് അത് കണ്ടപ്പോൾ അവനങ്ങ് ഞെട്ടിപ്പോയി. ഇതെങ്ങനെ പറ്റിയമ്മ, ഇതാരും തന്നു എന്ന്. പക്ഷെ ഇത് വന്ന സമയത്ത് എനിക്കിത് ആരാ തന്നേന്നും എവിടുന്നാ വന്നേന്നും ഒന്നും മനസ്സിലാകാതെ അതൊരു ടെൻഷൻ. ഇതിൻ്റെ കവർ മുഴുവൻ നോക്കിയിട്ട് ഇത് അയച്ച ആളിൻ്റെ പേരും അഡ്രസ്സും ഒന്നും കാണാഞ്ഞിട്ട് കുറേ നേരം അത് തപ്പി. പിന്നെ വൈകുന്നേരം വന്ന് ഞങ്ങൾ കുക്കുവാണ് അതൊക്കെ കണ്ടുപിടിച്ചത്. ഇന്ന ആൾ അയച്ചെന്നൊക്കെ ഉള്ളത് അതിൻ്റെ പുറത്തുണ്ടായിരുന്നു, പേരും നാളും ഒക്കെ. അതിൽ വലിയൊരു കാർഡ്ബോർഡ് കവറാണ്. അതിൽ അഡ്രസ്സ് എനിക്ക് പിടികിട്ടിയില്ല, പേര് എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു പ്രിയപ്പെട്ട ചേച്ചി തന്നെയാണ്. ചേച്ചിയുടെ പേരൊന്നും വീഡിയോയിൽ പറയണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയാത്തത് കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്നിട്ട് ചേച്ചിയോട് ചോദിച്ചു, ചേച്ചിക്ക് വല്ല മാന്ത്രിക വിദ്യ അറിയാവോ? ഞാൻ ഇത്രയും ദൂരം, ഒരുപാട് ദൂരങ്ങളിലിരുന്നാണ്, ഇത്രയും ദൂരം ഇരിക്കുന്ന എൻ്റെ മനസ്സ് എങ്ങനെ ചേച്ചി അറിഞ്ഞു? ഞങ്ങൾ സംസാരിച്ച വിഷയം ചേച്ചി എങ്ങനെ അറിഞ്ഞു? ഞങ്ങൾ മനസ്സിൽ കണ്ട ആ മുഖം നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? നിങ്ങളുടെ മുമ്പിലേക്ക്, നിങ്ങളുടെ കൈകളിലേക്ക് എങ്ങനെ കിട്ടി? എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അത്ര വലിയൊരു അത്ഭുതം നടന്ന ദിവസമാണിത്. അപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, പിന്നെ കുറേ ഞാൻ പറഞ്ഞില്ലേ, ആ ഫോട്ടോ ഞാൻ മാമിയെ കാണിച്ചു, ജാനിക്കുട്ടിയെ കാണിച്ചു, ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇപ്പോഴും എനിക്ക് ആ മുഖത്ത് നോക്കാനുള്ള ധൈര്യമില്ല പ്രിയങ്ങളെ. ദൈവം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട അവസ്ഥയായിരുന്നു ഇന്നെനിക്ക്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാവുന്ന ഒരു സമയത്ത് ഞങ്ങൾ രണ്ടും മാത്രമായിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ആ ഒരു സമയം കണ്ടെത്തണം. അപ്പോൾ എനിക്കിത് നിങ്ങളോട് ഷെയർ ചെയ്തിരിക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ മുഴുവൻ സന്തോഷവും സങ്കടവും ആകാംക്ഷയും അത്ഭുതവും എല്ലാം ഈ ഒരു സംഭവമായിരുന്നു. അത് പറഞ്ഞാൽ എനിക്ക് തീരുന്നില്ല. മനസ്സറിയുന്ന ഒരു ശക്തി എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ കണ്ണുനീര് കാണുന്നുണ്ട്, എൻ്റെ വേദനകൾ അറിയുന്നുണ്ട്, എൻ്റെ പ്രയാസങ്ങൾ അവിടുന്ന് മാത്രമാണ് അറിയുന്നത്. ചുറ്റുമുള്ളവർക്കെല്ലാം അവൾക്ക് എന്താ കുഴപ്പം, അവൾ ഇതെന്തിനാ ചെയ്യുന്നത്, വേറെ പണിയൊന്നുമില്ലയോ, മോനൊരു ജോലി കിട്ടി അവർ വേണം ചെയ്യട്ടെ എന്ന് പറയുന്നവർ വരെ ഉണ്ട്. പക്ഷെ എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് എൻ്റെ തമ്പുരാൻ അറിയുന്നുണ്ട് എന്നുള്ളതിന് 100% ഒരു തെളിവാണ് ഇന്നെനിക്ക് എൻ്റെ മുമ്പിൽ വന്നത്. അതിന് ഈശ്വരനോട് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ 2-3 വീഡിയോസിലായിട്ട് ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറയുന്നുണ്ട്, വീഡിയോ മാക്സിമം കാണണം, ഷെയർ ചെയ്യണം, കമൻ്റ് ഇടണം, സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണം, പിന്നെ ഹൈപ്പ് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ഹൈപ്പിൻ്റെ ഓപ്ഷൻ പലർക്കും മനസ്സിലാവുന്നില്ല. അത് നമ്മുടെ വീഡിയോ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ കമൻറ്റും ലൈക്കും ഒക്കെ എൻ്റെ കൂട്ടത്തിൽ കുറച്ചിങ്ങോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതും കൂടിയൊക്കെ ഒന്ന് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് എത്തപ്പെടാൻ കുറേ കാര്യങ്ങൾ റെഡിയാകാനുണ്ട്. അത് റെഡിയാകുന്നത് വരെ ഞാൻ അതിൻ്റെ ഒരു തീച്ചുളയിലായിരിക്കും. പക്ഷേ എനിക്കെന്ന് ധൈര്യം തരുന്ന എൻ്റെ തമ്പുരാനുണ്ട്. ചെയ്യുക എന്നെൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നിനക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ അപ്പം ഞാൻ ചെയ്യാനുള്ളത് എന്തായാലും ഞാൻ ചെയ്ത് തീർക്കണം. ബാക്കി ദൈവം തമ്പുരാൻ നടത്തുമെന്നാണ് വിശ്വാസം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ മാക്സിമം എൻ്റെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ, മറക്കരുത്. ഇനി ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് മാറിപ്പോരുത്. കമൻ്റ് ഇടണം, ലൈക്ക് ഇടണം, ഷെയർ ചെയ്യണം. കഴിവിൻ്റെ പരമാവധി എല്ലാ വീഡിയോസും കാണണം, പരസ്യം സ്കിപ്പ് ചെയ്യാതെ കാണണം. എന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കഴിക്കാം. മോനിക്കുട്ടിന് വിശക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കഴിക്കാം, കഴിക്കാം. കഴിക്കട്ടെ പ്രിയങ്ങളെ. ഞാൻ ആ ഫോട്ടോ കാണിക്കാം, ഇപ്പോഴല്ല, നമ്മൾ പറഞ്ഞ കാര്യം നടക്കുമ്പോൾ കേട്ടോ. അതുവരെ അത് അവിടെ ഭദ്രമായിട്ട് ഇരിക്കട്ടെ. ചേച്ചൻ പോയി കഴിഞ്ഞപ്പം വിഷമമായിരുന്നു. വിഷമം മാറാൻ ഞങ്ങൾ ഷാർജ മേടിച്ചു കൊടുത്തു. ഷാർജ മേടിച്ചു കൊടുത്ത് ഉള്ള ഒന്ന് തണുപ്പിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന് ജാനിക്കുട്ടിയുടെ അടുക്ക കൊണ്ടുവിട്ടു. അവിടെ കുറച്ചു നേരം ചാടി മറിഞ്ഞൊക്കെ നടന്ന് ഇവിടെ വന്ന് കയറിയപ്പം വിഷമം വന്നു ഇല്ലയോ. ഇനിയിപ്പോ അമ്മയെന്ന് പറഞ്ഞിരിക്കും. ഇത്ര ദിവസം അമ്മ വേണ്ടായിരുന്നു. ഞാൻ കുളിക്കാൻ കയറിയപ്പോ അമ്മ കുളിച്ചു കഴിഞ്ഞോ, ഇറങ്ങിയോ? കഴിക്കാം. അമ്മയ്ക്ക് ഇന്ന് വയ്യ. പഴുത്ത മാങ്ങാക്കറി, വരൂ.
ചോറ് വിളമ്പട്ടെ. ഓ, നിങ്ങളോടത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹൃദയം കിടന്ന് മിടിക്കുന്നു. ടപ്പ് 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 സൗണ്ട് കേൾക്കാം എനിക്ക്. മുരിങ്ങയ്ക്ക തീയൽ വെച്ചതാ മാമി കേട്ടോ. ചക്കക്കുരുവൊക്കെ ഇട്ടിട്ടുണ്ട്. ഏത്തക്ക മെഴുക്ക് വരട്ടി. മാങ്ങക്കറി ഒഴിക്കാം. മീൻ വറുത്തതും എടുത്ത്. ഇന്നത്തെ അത്താഴം ഇതാണ് പ്രിയങ്ങളെ. കഴിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും എൻ്റെ പ്രിയങ്ങൾ മറക്കരുത്. മാക്സിമം സപ്പോർട്ട് ചെയ്യണം. നമുക്ക് നല്ലൊരു നാളേക്കായിട്ട് ഒന്നിച്ച് എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ. പ്രാർത്ഥന കൊണ്ടും സപ്പോർട്ട് കൊണ്ടും. എല്ലാവർക്കും നന്മ വരട്ടെ. നാളെ കാണാം കേട്ടോ. ടാറ്റാ. ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.